അദ്ദേഹം വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്നറിയില്ല, ബോധപൂർവ്വം അല്ലാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, സമ്മർദ്ദം കൊണ്ടോ പൂർവ്വം എന്താ അറിയില്ല. എന്തായാലും ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ കോർപ്പറേഷനെതിരെയുള്ള ഒരു പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ആദ്യ ദിവസം ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റാണ്. ഇത് കോർപ്പറേഷനെതിരെയുള്ള വലിയൊരു മൂവ്മെൻറ്റാണ്. അപ്പം വരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്താ വരാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. DCC പ്രസിഡൻറ്റും അദ്ദേഹത്തെ ഇന്ന് രാവിലെ വീണ്ടും ക്ഷണിച്ചിരുന്നു. അദ്ദേഹം എന്താ വരാത്തതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA-യും പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് മുൻ MP-യെയുമാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിച്ചത്. അത് കൃത്യമായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്താണ് ചാണ്ടി ഉമ്മൻ വരാത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. മിനിഞ്ഞാന്നല്ല, ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഒരാഴ്ചക്ക് മുകളിലായി. അറിയില്ല. അതൊക്കെ ഞങ്ങളെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. കാരണം 4 പതിറ്റാണ്ടിലധികമായി കോഴിക്കോട്ടെ ദുർഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം കോൺഗ്രസും UDF-ഉം നടത്താം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഓരോ വീടുകളിലും കയറിയിട്ട് കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള കൃത്യമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അതൊന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസമാണ്. അദ്ദേഹം പങ്കെടുക്കാത്തത് എന്താണെന്നുള്ള കൃത്യമായ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ DCC പ്രസിഡൻറ്റിനും KPC പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റിനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവർക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ നൽകാനാണ് തീരുമാനിച്ചത്.